പെരുന്നാൾ തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നത് നേരെ എൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മൻ്റെ പായസം കുടിക്കാതെ എന്ത് പെരുന്നാൾ. അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് വന്ന് പായസം കുടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഹൈലൈറ്റ് മോളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടന്നിരുന്നു കേട്ടോ. അത് നിർബന്ധമാണല്ലോ, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈലൈറ്റ് മോളിലേക്ക് നേരെ പിടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബീച്ചിലോട്ടായിരുന്നു മോന് പറഞ്ഞത്. പക്ഷേ ബീച്ചിലോട്ടൊക്കെ ഇന്ന് പോയിട്ടുണ്ട്, വിവരം അറിയും അത്രയ്ക്കും തിരക്കായിരിക്കും, വെറുതെ മക്കളെയും കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മോളിലേക്ക് വന്നു. അപ്പോൾ അവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഈദ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ, നല്ല സോങ് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നും മെല്ലെ അങ്ങോട്ട് നീങ്ങി നോക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവരെ വെച്ചിട്ട്. എന്നാലും വേണ്ടില്ല, ആരൊക്കെയാണ് എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇറങ്ങിയതായിരുന്നു. അപ്പം നമ്മൾ സജലി സലീമും ടീംസും ആണ് കേട്ടോ. ടീംസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ ബാക്കിയുള്ള ആരാണെന്നും, അതുകൊണ്ട് അറിയുന്ന പേര് മാത്രമേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ നോക്കുമ്പോൾ സജില സലീമും അവിടെ ഉണ്ട് കേട്ടോ. ഇവരുടെ പേരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, അവരെൻ്റെ മൂത്തതാണെന്ന് അറിയാം, പക്ഷേ ഇവർ അങ്ങനെ പറഞ്ഞാലാണല്ലോ അറിയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു സോങ്ങൊക്കെ അവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് പാടി തമർത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മക്കളെ അധികം നേരം അവിടെ പിടിച്ച് നിർത്തുന്നത് വലിയ ശരിയില്ലാന്ന് തോന്നി. കാരണം അവർക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വരും, അവർക്ക് ഇങ്ങനെ പുറത്ത് ഓടി നടക്കണമല്ലോ. അങ്ങനെ അവരെ പ്ലേ ഏരിയയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പം ഫുള്ളായിട്ട് ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗെയിമൊക്കെ കളിക്കാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവർ കളിച്ചിട്ട് വലിയവർ കളിച്ചിട്ട് തന്നെ നടക്കുന്നില്ല. അപ്പോൾ അവരുടെ കാര്യമൊന്നും പറയാനില്ലല്ലോ. അങ്ങനെ മെല്ലെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഡോണറ്റ് മിഠായി വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് കുറച്ച് എക്സസൈസും ആവാമെന്ന് വിചാരിച്ചു വർക്കൗട്ടിന് കയറിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.